പ്രധാന വാർത്തകൾ നോക്കാം. കേരളത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു മരണമാണ് തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണം. മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2 വയസ്സുകാരിയായ ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്നാണ് സ്ഥിരീകരണം. കുട്ടിയുടെ ദേഹത്ത് മുറിവുകളൊന്നുമില്ലെന്നും മുങ്ങിമരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിലെ പ്രാഥമിക വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞ് കിണറ്റിൽ എറിയുമ്പോൾ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നേരത്തെ അമ്മാവൻ മൊഴി നൽകിയതും. ഇപ്പോൾ ആ ഒരു മൊഴിയെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടാണോ പുറത്തു വന്നിരിക്കുന്നത്? എന്തെല്ലാമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ വിവരങ്ങൾ? തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. അതിനോടൊപ്പം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ദേവേന്ദുവിന്റെ അമ്മാവനായ ഹരികുമാർ കുഞ്ഞിനെ താൻ കിണറ്റിലെറിയുകയായിരുന്നു എന്നാണ് മൊഴി നൽകിയത്. പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഈ മാതാപിതാക്കളുടെയും അമ്മാവന്റെയും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയുടെയും എല്ലാം മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പോലീസ് ഇതിലേക്ക് കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യം കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ കിണറ്റിലെറിഞ്ഞത് ജീവനോടെയാണ് എന്നാണ് ഹരികുമാറിന്റെ മൊഴി. കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ മറ്റ് ക്ഷതങ്ങളോ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ മുങ്ങിമരണമാണ്, അല്ലെങ്കിൽ മരണകാരണം ഇത്തരത്തിൽ വെള്ളത്തിൽ വീണ് മുങ്ങിയത് തന്നെയാണ് മരണകാരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്തെല്ലാം ഇത്തരത്തിൽ കുട്ടിയുടെ ദേഹത്ത് സംശയാസ്പദമായ രീതിയിലുള്ള ഏതെങ്കിലും മുറിവുകളോ പാടുകളോ ക്ഷതമോ പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനത്തിനോ ഉപദ്രവത്തിനോ ഇടയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത്തരമൊരു സംശയം നിലനിൽക്കുന്നില്ല. എന്തായാലും കുട്ടിയെ ജീവനോടെയാണ് കിണറ്റിലെറിഞ്ഞത് എന്നുള്ള അമ്മാവന്റെ മൊഴി ആണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ്, മുങ്ങിമരണമാണ് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. കുട്ടിയുടെ ദേഹത്ത് മുറിവുകളില്ല. അതുമാത്രമല്ല, കുഞ്ഞിനെ ജീവനോടെയാണ് ഈ കിണറ്റിലെറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളിൽ ആ സ്ഥിരീകരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കം ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരനാണ് ഹരികുമാർ എന്ന് പറയുന്ന ഈ പ്രതി, അല്ലെങ്കിൽ നിലവിൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന അയാൾ. ഇപ്പോൾ ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. മൃതദേഹം അമ്മയുടെ ബന്ധുവീട്ടിൽ വെച്ചാണ് സംസ്കരിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? അതില്ല, നിലവിൽ ദേവുവിന്റെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നിർണായകമായിട്ടുള്ള പങ്ക്. അച്ഛനെയും അമ്മുമ്മയും ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിരിക്കുകയാണ്. എന്തായാലും പ്രതിസ്ഥാനത്ത് അച്ഛനും അമ്മുമ്മയും ഇല്ല എന്ന് ഉറപ്പിച്ച നിലപാടിൽ തന്നെ അടുത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുവാനും ഈ ബാലരാമപുരം പോലീസ് വിട്ടയച്ചത്. എന്തായാലും നിലവിൽ പ്രതിസ്ഥാനത്ത് അമ്മയും അമ്മാവനുമാണ്. ശ്രീതുവും ഈ പറയുന്ന ഹരികുമാറുമാണ് ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് അമ്മയും അമ്മാവനെയും പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് കയ്യിൽ ചെറിയ 2 മുറിവിന്റെ പാടുണ്ട്. ആ പാട് ഇത്തരത്തിൽ കിണറ്റിലേക്ക് എറിയുന്ന സമയത്ത് സംഭവിച്ചതായിരിക്കാം എന്നുള്ള നിഗമനമാണ്. എന്തായാലും പറഞ്ഞതുപോലെ ഹരികുമാർ ഉച്ചയ്ക്ക് പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ജീവനോടെ കിണറ്റിൽ എറിഞ്ഞു എന്നുള്ള ആ ഒരു നിലപാടിൽ, അതായത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരത്തിൽ വെള്ളം ഉള്ളിൽ ചെന്നാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ആ ഒരു മുങ്ങിമരണം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസ്ഥാനത്ത് അമ്മാവൻ ആദ്യം കൃത്യമായി പോലീസ് ചോദിച്ച സമയത്ത് കൃത്യമായിട്ട് മൊഴി നൽകി താൻ ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ കൃത്യം ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് ഉറച്ച നിലപാടിലായിരുന്നു. എന്തായാലും ഹരികുമാർ ഒറ്റയ്ക്കല്ല, കൂടെ മറ്റൊരാളും ഉണ്ടാകും എന്നുള്ള നിലപാടിലായിരുന്നു. എന്നാൽ നിലവിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരത്തിൽ അമ്മയുടെ പങ്കും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ 2
വയസ്സുകാരിയുടെ നാടിന് നടുക്കിയ ആ 2 വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. നിരവധി ജനങ്ങളാണ് ഇത്തരത്തിൽ ഈ 2 വയസ്സുകാരി അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രദീപ്, നാട്ടുകാരെല്ലാം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന ഇടത്ത് ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? അതുല്യ, ഒരിക്കലും വിശ്വസിക്കാനാകാത്ത ഒരു മരണം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ചിരിച്ചു കളിച്ചു കൊണ്ടുകിടന്ന ആ കുട്ടി ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ തൊട്ട് സമീപത്തുള്ള ആ വീട്ടുകാർ വരെ ഈ കുഞ്ഞിന്റെ ചിരിയും കളിയും കണ്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഈ ഒരു നേരം വെളുക്കുമ്പോൾ എല്ലാവരും വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. തിരിച്ച് ഈ പറയുന്ന പോലത്തെ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ കരയിലെടുക്കുന്ന സമയത്തും സമീപത്തുണ്ടായിരുന്ന അമ്മമാരുടെ ആ ഒരു കരച്ചിൽ നമ്മളെല്ലാം ദൃക്സാക്ഷിയായി കണ്ടതുമാണ്. ഇത്തരത്തിൽ ഒരു തരത്തിലും നാട്ടുകാർക്കും സമീപവാസികൾക്കും ആർക്കും അംഗീകരിക്കാനാവാത്ത ഒരു മരണം തന്നെയാണ് ഈ 2 വയസ്സുകാരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വാർത്ത കേട്ടതും എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ജനങ്ങൾ തടിച്ചുകൂടുന്നു, ജനങ്ങൾ വിങ്ങലയോടെയാണ് ഈ കാഴ്ച കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിടവാങ്ങൽ, ഈ ഒരു വലിയ ഞെട്ടിക്കുന്ന തരത്തിൽ നാടൊന്നാകെ ഈ ഒരു ഞെട്ടൽ വിട്ടുമാറാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ശ്രീ പ്രദീപ്, നിലവിൽ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കുട്ടിയുടെ അമ്മയായ ശ്രീധുവിന്റെ ബന്ധുവീട്ടിൽ പുരോഗമിക്കുകയാണ്. ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലർക്കും അവിശ്വസനീയമായിരുന്നു ഈ ഒരു വിവരം എന്നാണ് പ്രദീപ് നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അവിടെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ റിപ്പോർട്ടിലെ പ്രാഥമിക വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് മറ്റ് പരിക്കുകളോ ക്ഷതങ്ങളോ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇൻക്വസ്റ്റിലും മറ്റും കണ്ടെത്താനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി മുങ്ങിമരണമാണ് എന്ന് തന്നെയാണ് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് മുങ്ങിമരണം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജീവനോടെയാണ് കുട്ടിയെ കിണറ്റിലെറിയുന്നത് എന്നുള്ള ഹരികുമാറിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന രീതിയിലാണോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് പോലീസ് ആദ്യം തന്നെ നിഗമനത്തിലെത്തിയിരുന്നു. വീട്ടിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും ആ കുട്ടി കിണറ്റിലേക്ക് എത്തുകയോ വീണ് മരിക്കാനുള്ള സാധ്യതയോ ഇല്ല എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ പോലീസിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുടുംബത്തിലുള്ളവരെ, അതായത് കുട്ടിയുടെ അമ്മയെ, അച്ഛനെ, അതോടൊപ്പം തന്നെ അമ്മാവനെ, ഇവർ 3 പേരെയും സംശയത്തിന് നിഴലിലാക്കി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്നത്. അതിനു പിന്നാലെയാണ് അമ്മാവൻ മൊഴി നൽകിയിരുന്നത്. അതായത് ഹരികുമാർ മൊഴി നൽകിയത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്, താനാണ് കിണറ്റിലേക്ക് കുട്ടിയെ എടുത്തെറിഞ്ഞത്, കിണറ്റിലേക്ക് ഇട്ട് കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഈ മൊഴിയിൽ ഇടയ്ക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അമ്മയെ സഹായിക്കാൻ വേണ്ടി അമ്മാവൻ കുറ്റമേൽക്കുകയാണോ എന്നടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ അമ്മാവന്റെ മൊഴി, അതായത് ഹരികുമാർ നൽകിയ മൊഴി കൃത്യമാണെന്ന് രേഖപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ഫലം വരുന്നത്. ആദ്യ ഫലത്തിൽ തന്നെ വ്യക്തമാകുന്നത് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് ആദ്യം തന്നെ അറിഞ്ഞിരുന്നു കുട്ടിയുടെ ശരീരത്തെ മുറിവുകളില്ല എന്ന്. അത് പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടത്തിലെ വിവരം ലഭിക്കുമ്പോഴും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് കുട്ടിയുടെ ശരീരത്തെ മുറിപ്പാടുകളോ മറ്റ് ചതവോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ വെള്ളം കുടിച്ചു മരിച്ചതാണ്, വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചതാണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുങ്ങി മരണം എന്ന് കൃത്യമായി പറയുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് ഉറപ്പാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് തന്നെയാണ്, കിണറ്റിൽ വീണ് മുങ്ങിയാണ് ഈ കുഞ്ഞ് മരിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊലപാതകം ഹരികുമാർ തന്നെയാണോ ചെയ്തത്, അല്ലെങ്കിൽ അമ്മയെ രക്ഷിക്കാനാണോ, അല്ലെങ്കിൽ അമ്മയെ ഇതിൽ സഹായിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൂടി മാത്രമാണ് ഇനി അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കുടുംബത്തിൽ നിന്ന് നടന്ന ഒരു ക്രൂരമായ കൃത്യം തന്നെയാണ്, കുട്ടിയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്. അത് അമ്മാവനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിനെ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ അമ്മാവൻ കുറ്റം സംഭവിച്ചിട്ടുണ്ട്, ഹരികുമാർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ഹരികുമാർ എന്ന് തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മൊഴികളിലെ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സംശയിക്കപ്പെടുന്ന പ്രതി എന്ന നിലയിൽ തന്നെയാണ് ഹരികുമാറിനെ കാണുന്നത്. അമ്മയെ സഹായിക്കാൻ, ഈ കുട്ടിയുടെ അമ്മയും തന്റെ സഹോദരിയുമായ ശ്രീധുവിനെ സഹായിക്കാനാണോ ഹരികുമാർ കുറ്റമേറ്റെടുത്തത് എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ അച്ഛനായ ശ്രീജിത്തിന്റെയും അമ്മയുടെയും മൊഴികളും പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടുംബത്തിലെ ഈ 4 പേരെയും ചോദ്യം ചെയ്യുന്നതിനും വിവരങ്ങൾ ആരായുന്നതിനുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ആ നടപടികൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു? ഈ അമ്മ മാത്രമാണോ സംശയ നിഴലിലുള്ളത്, അതോ കുട്ടിയുടെ അച്ഛനായ ശ്രീജിത്തും
അമ്മയുടെ മാതാവായിട്ടുള്ള അവരും എല്ലാം ഇത്തരത്തിലൊരു സംശയത്തിന്റെ നിഴലിലാണ് ഉള്ളത്? അതുല്യ, ഈ ചോദ്യം ചെയ്യൽ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ പോലും രാവിലെ മുതൽ തന്നെ ഈ കുടുംബത്തിലുള്ളവരെല്ലാം പരസ്പര വിരുദ്ധമായി തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഉച്ചയ്ക്ക് ശേഷവും കുട്ടിയുടെ അച്ഛനെയും അമ്മയും ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ തന്നെ മൊഴിയിൽ പല വ്യത്യാസമുണ്ട്. അതായത് കുഞ്ഞ് തന്റെ കൂടെയാണ് കിടന്നതെന്ന് ശ്രീധുവിന്റെ മൊഴിയുണ്ട്. അതിനു മുൻപ് ശ്രീധു അങ്ങനെയല്ല പറഞ്ഞിരുന്നത്, അച്ഛനോടൊപ്പം തന്നെയാണ് കിടന്നിരുന്നത്. പിന്നീട് അത് പറഞ്ഞപ്പോൾ അച്ഛനും ശ്രീധുവും അതോടൊപ്പം തന്നെ ഒപ്പം ഈ കുഞ്ഞിന്റെ സഹോദരി അടക്കം ഈ 4 പേരാണ്, കുഞ്ഞടക്കം 4 പേരാണ് ഒന്നിച്ച് കിടന്നിരുന്നത്. എന്നാൽ മറ്റു മുറിയിലാണ് അമ്മാവൻ കിടന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അച്ഛന്റെ കൂടെ കുഞ്ഞിനെ കിടത്തിയ ശേഷം എഴുന്നേറ്റ് പോയെന്നാണ് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീധു പറഞ്ഞിരുന്നത്. എന്നാൽ കുഞ്ഞ് തന്റെ കൂടെ അല്ല കിടന്നതെന്ന് അച്ഛൻ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മാവന്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നതെന്നും അച്ഛൻ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം അമ്മാവൻ നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ കേസ് നടക്കട്ടെ, അന്വേഷണം പോകട്ടെ എന്ന് തന്നെയാണ് അമ്മാവൻ പറഞ്ഞിരുന്നത്. എന്നാൽ കൂടുതൽ നേരം ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് പറയുന്നു. കൃത്യമായ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കുഞ്ഞു മാതാപിതാക്കൾക്കൊപ്പമാണ് കിടന്നതെന്നാണ് മുത്തശ്ശിയും അതോടൊപ്പം ഒപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയോടൊപ്പം തന്നെയാണ് കുഞ്ഞ് കിടന്നിരുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മൊഴികളെല്ലാം മാറ്റിയും തിരിച്ചും പറയുമ്പോഴും കുഞ്ഞ് അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെയാണ് കിടന്നിരുന്നത് എന്നുള്ളത് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അമ്മാവൻ കുഞ്ഞിനെ എടുത്ത് കിണറ്റിൽ എറിയുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളിൽ മൊഴിയിൽ ഇപ്പോഴും വൈരുദ്ധ്യമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊലപാതക കുറ്റം ഈ ഹരികുമാർ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കുട്ടി കിടന്നിരുന്നത് കൊണ്ട് തന്നെ അവരും സംശയത്തിന്റെ നിലയിൽ തന്നെ തുടരുകയാണ്. ഇതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പോലീസ് അതുകൊണ്ട്, അതായത് അച്ഛൻ ശ്രീജിത്തും ഒക്കെ അമ്മ ശ്രീതുവും ഒക്കെ കുറ്റത്തിൽ പങ്കാളികളായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരാണോ ചെയ്തത്, ശ്രീധുവിനെ സംരക്ഷിക്കാനാണോ ഹരികുമാർ കുറ്റമേറ്റത് നടക്കുമുള്ള കാര്യങ്ങൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഏതായാലും സാധാരണഗതിയിലുള്ള രീതിയിൽ സംശയത്തിന്റെ നിലയിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതിനൊരു കൃത്യമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു, നിലവിൽ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കടന്നിട്ടുണ്ടോ, അതോ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്, അതോ ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് ഇനി കടക്കും. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കം സ്ഥലത്തെത്തി കൂടുതൽ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. ഏതായാലും ചോദ്യം ചെയ്യലിലൂടെ തന്നെ, അതിൽ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക്, അതായത് കുട്ടിയെ കൊലപ്പെടുത്തിയതിന്റെ കാരണം, ആരാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ളത് ഉറപ്പ്, അല്ലെങ്കിൽ ഹരികുമാർ തന്നെയാണ് കൊലപ്പെടുത്തിയെങ്കിൽ ആ കൊലപാതകത്തിനുള്ള കാരണവും അതെങ്ങനെയാണ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ വിശദീകരണം വേണ്ടിവരും. അതിനുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഇന്ന് വൈകിയായാലും അത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെ നീണ്ട നേരമായി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുമ്പോഴെല്ലാം കൂടുതൽ വിവരങ്ങൾ ഉച്ച കഴിഞ്ഞാണ് പുറത്തു വന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നിയമ നടപടിയിലേക്ക് പോലീസ് കടക്കുക. അതുവരെ മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അതില്ല. ശരി വിഷ്ണു, തുടരുക. ഇപ്പോൾ പ്രദീപ് പാറശാല കൂടി ചേരുന്നുണ്ട്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശിയെയും പോലീസ് ഇപ്പോൾ താൽക്കാലികമായി വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി അവരും എത്തിച്ചേർന്നിരുന്നു, അതോ ഈ ബന്ധുവീട്ടിൽ വെച്ച് ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ മറ്റു ഉറ്റബന്ധുക്കൾ ഇല്ലാതെയാണോ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്? അതുല്യ, ഇപ്പോൾ നിലവിൽ